ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ഗോമതിയും ആര്യനും ആകാശം കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോമതി പറയും, അന്ന് അഗ്നിപൂജ മുടങ്ങിയപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ, ഇനിയും എന്തൊക്കെയാണാവോ വരാനിരിക്കുന്നത് എന്ന് ചിന്തിക്കുക. അപ്പം പെട്ടെന്ന് ആര്യൻ ആകാശിനോട് പറയും, ഏട്ടാ ഇനി കൂടുതലൊന്നും പറഞ്ഞ് അമ്മയെ കൂടി വിഷമിപ്പിക്കേണ്ട. എന്നിട്ട് ഗോമതിയുടെ അടുത്ത് പോയിരുന്നിട്ട് പറയും, അമ്മ സങ്കടപ്പെടാതെ, എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്കതിന് പരിഹാരം കാണാന്നേ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയാം. എനിക്ക് ഓർത്തിട്ടാകെ സങ്കടമാകുക. എടാ നീ എന്നൊക്കെ ഒരു ഉപകാരം ചെയ്തു തരുമോ? എന്താ അമ്മേ എന്നപ്പോൾ ആരും ചോദിക്കും കേട്ടോ. നീ എൻ്റെ കൂടെ ആ ദേവിമല വരെ വരാവോ? എനിക്ക് ആ സ്വാമിപ്പോറ്റി ഒന്ന് കാണണം. അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചാൽ എൻ്റെ മനസ്സിന് അല്പം ശാന്തി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. അമ്മേ, ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിലൊക്കെ വരാം, പക്ഷേ ആ സ്വാമിപ്പോറ്റി വിചാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല ഇപ്പം നമുക്കുള്ളത്. അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. ദൈവത്തിന് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരാൻ സാധിച്ചാലോ, അത്രേ അമ്മ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് കേൾക്കുന്ന ആകാശ് പറയും, അമ്മ ആവശ്യമില്ലാത്ത ടെൻഷൻ ആകണ്ട. ഞാനും ആര്യനും ആനന്ദേട്ടനും ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളും പൈസ സംഘടിപ്പിക്കാം എന്ന് പറയാം. അപ്പം ആര്യം പറയും, അതെ അമ്മേ, അതുമാത്രമല്ല ആനന്ദേട്ടൻ എന്തോ ഒരു ലോണിൻ്റെ കാര്യമൊക്കെ ഇന്ന് തിരക്കിയിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എടാ ദേ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ട്, ഇതൊക്കെ നമുക്ക് വിൽക്കുവോ പണയം വെക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം കുറച്ച് പൈസയിലും കിട്ടുമല്ലോ. ഇപ്പോഴാണ് സ്വർണ്ണത്തിന് നല്ല വിലയും ഇല്ലേ എന്ന് ചോദിക്കാം. അതൊന്നും വേണ്ടമ്മേ, ഇത് അച്ഛൻ കഷ്ടപ്പെട്ട് പലപ്പോഴായിട്ട് അമ്മയ്ക്ക് മേടിച്ചു തന്നിട്ടുള്ള സ്വർണ്ണങ്ങളാണ്. ഇതൊക്കെ അമ്മയുടെ കയ്യിലും കഴുത്തിലും തന്നെ കിടക്കുന്നതാ ഭംഗി. അതിൽ നിന്ന് 1 ഗ്രാം പോലും ഇക്കാര്യത്തിന് നമുക്ക് എടുക്കുകയും വേണ്ട. എടാ ഈ ഒരു അവസ്ഥയിൽ ബാലേട്ടനെ ഞാൻ സഹായിക്കണ്ടേടാ എന്ന് ചോദിക്കാം. അമ്മ ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട എന്ന് ആകാശ് പറയും. കാശിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മയൊന്ന് സമാധാനപ്പെടുക എന്ന് ആര്യം വീണ്ടും പറയാം. ഏട്ടാ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആകാശിനെ വിളിച്ചുകൊണ്ട് ആര്യൻ അങ്ങോട്ട് പോവാണ് കേട്ടോ പുറത്തേക്ക്. എന്താടാ നീ എന്താ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് വന്നത് എന്ന് ചോദിക്കുക. അപ്പം ആകാശ്, അതേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുക. എന്താടാ? നമുക്കേ ആ ജീവനെ കണ്ടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കാം. അയാളൊരു ജെനുവിനായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയേ. ചിലപ്പം ജീവൻ നമ്മളെ സഹായിച്ചാലോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് ആകാശ് പറയാം. ഇനി നമ്മൾ ആ വഴിക്ക് നോക്കിയില്ലെന്ന് പിന്നീട് ഒരു തോന്നലിന് കാരണമാകണ്ട. നീ എന്തായാലും അവനെ ഒന്ന് വിളിക്കുക എന്ന് പറയാം. അതല്ല ഏട്ടാ, അവന് നമ്മളെ സഹായിക്കാൻ സാധിക്കുമെന്ന് എൻ്റെ ഉള്ളിലൊരു തോന്നല്. നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് നീ അവനെ ഒന്ന് അറിയിക്കുക എന്ന് ആകാശ് വീണ്ടും പറയാണ് കേട്ടോ. ഇതേസമയം നമ്മുടെ ആനന്ദാണെങ്കിൽ ഉദയഭാനുവിനെ വിളിക്കുക. ആനന്ദിൻ്റെ കോള് കാണുമ്പോഴത്തേക്കും ഉദയഭാനു ആണെങ്കിൽ ആനന്ദാണല്ലോ എന്നും പറഞ്ഞ് എടുക്കാതെ നിൽക്കുക. എടുത്തേക്കാം, അല്ല ഇനി അത് കൂടുതൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. മോനെ ആനന്ദേ, എന്താടാ എന്ന് ചോദിക്കുക. അല്ല വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ എന്ന് അപ്പം ആനന്ദ് ചോദിക്കുക. വിശേഷോ? എന്ത് വിശേഷമാ എന്ന് ചോദിക്കുക. മോള് അവിടുന്ന് പുറത്താകുമെന്ന് ഉറപ്പായപ്പം നിങ്ങൾ കറക്റ്റ് സമയത്ത് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അല്ലേ എന്ന് ചോദിക്കുക. ബുദ്ധി ഉപദേശിച്ചെന്നോ? എന്ത് ബുദ്ധി എന്ന് ചോദിക്കുക. അവളിപ്പോൾ ഗോമതി സ്റ്റോറിലെ ആളായല്ലോ എന്ന് ചോദിക്കുക. ഓ, ദേവി ഗോമതി സ്റ്റോറിൽ ജോലിക്ക് പോയി തുടങ്ങിയ കാര്യം ഇപ്പോഴായിരിക്കും അല്ലേ നിങ്ങൾ അറിയുന്നേ എന്നപ്പം ചോദിക്കുക. അതേ മോനെ, സത്യമായിട്ടും ഞാൻ ഇപ്പോഴറിയുന്നേ എന്ന് പറയാം. ദേ എൻ്റെ മുന്നിൽ ആവശ്യമില്ലാത്ത നാടകം കളിക്കല്ലേ. ഞാനിപ്പോൾ എന്തിനാണ് നിങ്ങളെ വിളിച്ചതെന്നറിയോ? ഗോമതി സ്റ്റോറിലേക്കുള്ള പോക്ക് നിർത്തിക്കോളാം നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ച് പറയണം. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞില്ലെങ്കിലേ നിങ്ങളുടെ മോളെ നിങ്ങളുടെ വീട്ടിലിരിക്കും, അത്ര തന്നെ എന്ന് ആനന്ദ് പറയേ. മോനെ നീ അവിവേകമൊന്നും കാണിക്കല്ലേ, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. മോനെ അവളൊരു പാവമാ. അവൾ പാവമാ. അവളുടെ അച്ഛനായി നിങ്ങളോ പഞ്ചപാവം, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാലോ. നിങ്ങളെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ കടയിലൊക്കെ പോക്കേ പെട്ടെന്ന് തന്നെ നിർത്തിച്ചോ, അല്ലെങ്കിൽ അറിയാലോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്ന് പറയാം. അയ്യോ, അവൾ ഇനി കടയിൽ പോകില്ല, അത് ഞാൻ നിനക്ക് ഉറപ്പ് തരാം ആനന്ദ് മോനെ. അതൊക്കെ പോട്ടെ, അല്ല ഈ സിംഗപ്പൂരിലെ മലേഷ്യയിലെയൊക്കെ ബിസിനസ്സേ അതെങ്ങനെ പോണു എന്ന് ആനന്ദ് ചോദിക്കും കേട്ടോ. ശവത്തി കുത്തല്ലേ ആനന്ദ് മോനെ എന്ന് ഉദയഭാനു പറയും. എന്തായിരുന്നു നിങ്ങളുടെ അഭിനയം? പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, മോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. മോനെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇക്കാര്യം ഞാൻ ഏറ്റു. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, എനിക്ക് ഒരു പേടിയില്ല. പേടിക്കേണ്ടതേ നിങ്ങൾ നിങ്ങളുടെ മോളുവാ. എന്താ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് ആനന്ദ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. മോനെ ആനന്ദേ ഫോൺ വെക്കല്ലേ എന്ന് പറഞ്ഞ് ഉദയഭാനു വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങാം. ഇവൻ കട്ട് ചെയ്തു. എൻ്റെ പൊന്നു ദൈവമേ, ഈ പെണ്ണിത് എന്ത് ഭാവിച്ച?
അവൾക്ക് ആ ഗോമതി സ്റ്റോറിൽ ജോലിക്ക് പോകേണ്ട എന്താവശ്യമുള്ളത്? വല്ല സ്വർണ്ണക്കടയിലോ വല്ലോ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെന്ന് പറയായിരുന്നു. ഇത് ആ പലചരക്ക് കടയിൽ ഇതാ അരിയും പഞ്ചസാരയും എല്ലാം ഉള്ള കടയിൽ വല്ല എലിയൊക്കെ കാണും, അവിടെ കിടന്ന് വിരകാൻ പോയിരിക്കുന്നു. ഇവക്കിതിൻ്റെയൊക്കെ എന്താവശ്യമുള്ളത് എന്ന് ഉദയഭാനു പറയാം. ഇനി ഇവളെ പറഞ്ഞ് ഞാൻ എങ്ങനെയൊന്ന് മനസ്സിലാക്കുമോ? ഓരോരോ കുരിശ് വന്ന് തലയിൽ കയറുവാണല്ലോ എന്നും പറഞ്ഞ് നിൽക്കുകയാണേ. ഇതേ സമയം ഗോമതി സ്റ്റോറിൽ എല്ലാവരും ഓരോരോ ജോലികളിൽ വ്യാപൃതരായിരിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവി ചോദിക്കും, അല്ല ബാലച്ചൻ എവിടെയാ പോയ രാമേട്ട എന്ന് ചോദിക്കാം. എന്തോ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് പോയതാ മോളെ, വ്യക്തമായിട്ട് എനിക്കും അറിയില്ല എന്ന് രാമേട്ടനപ്പം മറുപടി പറയാം. അപ്പം ആകാശ് പറയും, ചിലപ്പോഴേ ബാങ്കിൽ ലോണിൻ്റെ കാര്യം സംസാരിക്കാൻ പോയതായിരിക്കും. ലോണോ? എത്ര രൂപയുടെ ലോൺ എന്നപ്പം ദേവി ചോദിക്കും. അതറിയില്ല ഏടത്തി, ചെറിയ തുകയൊന്നും പോരല്ലോ. വീട് പണയം പെടുത്തി ലോൺ എടുക്കുന്ന കാര്യം അവനെന്തോ ആലോചിക്കുന്നുണ്ടെന്ന് ഇന്നാൾ പറയുന്ന കേട്ടായിരുന്നു. എൻ്റെ പൊന്നോ. അപ്പോഴത്തേക്കും ധർമ്മം പറയും, എൻ്റെ പൊന്ന് രാമേട്ട, വീട് പണയം വെക്കുന്ന കാര്യം അളിയൻ ആലോചിച്ചു, പക്ഷെ അത് പിന്നെ വേണ്ടെന്ന് വെച്ചു. അല്ല, ഈടില്ലാതെ ബാങ്കുകാർ ലോൺ കൊടുക്കുമോ എന്നപ്പം ദേവി ചോദിക്കുക. ഈ കടം ജാമ്യം വെച്ച് ലോൺ എടുക്കാനായിരിക്കും. എനിക്കും വ്യക്തമായിട്ട് അറിയില്ല എടുത്തി, എന്നോടൊന്നും പറഞ്ഞില്ല. അവൾ ഒരുത്തി കാരണം എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നേ. ഒരു കാലത്തും അവൾ ഗുണം പിടിക്കില്ല എന്ന് പറയാം. ശപിക്കല്ലേടാ എന്നപ്പോൾ ധർമ്മം പറയാം. ഒന്നുമല്ലല്ലോ, നിന്റെ പെങ്ങളല്ലേ. പെങ്ങള് വീട്ടിലുള്ളവരെയെല്ലാം അപകടത്തിൽപ്പെടുത്തിയിട്ടാണല്ലോ അവൾ പോയിരിക്കുന്നത്. അവളെ എപ്പോഴെങ്കിലും എൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടും, അന്ന് അവളുടെ ചെകിട അടിച്ച് ഞാൻ പൊട്ടിക്കും. എൻ്റെ അച്ഛൻ ഈ കടന്ന് ഉരുകുന്നതിന് കാരണക്കാരി അവൾ ഒറ്റ ഒരുത്തിയാ. എന്നിട്ട് അവൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതേ സമയം ദേവിയുടെ ഫോൺ ബെല്ലടിക്കുക. അപ്പം അച്ഛൻ്റെ കോള വരുന്നതെന്ന് കാണുമ്പോൾ, ഈശ്വര, അച്ഛനാണല്ലോ, എന്ത് കോടാലി ആയിട്ടാണാവോ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ദേവി ആ ഫോൺ എടുത്ത് മാറി നിൽക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റുള്ളവർ അവളുടെ ഫോൺ വിളിക്കുന്നത് കേൾക്കൂലോ. അച്ഛ എന്താ വിളിച്ചത് എന്ന് ചോദിക്കുക. മോളെ, നീ ഇപ്പോൾ എവിടെയാ എന്ന് ചോദിക്കുക. എന്താ അച്ഛാ കാര്യം? അച്ഛൻ എന്തിനാ വിളിച്ചത്? അതൊക്കെ അച്ഛൻ പറയാ, നീ ഇപ്പോൾ എവിടെയാണെന്ന് പറ. അച്ഛനിപ്പോൾ എന്താ വേണ്ടത്? ഞാൻ ഗോമതി സ്റ്റോറിലാ എന്നപ്പോൾ പറയാം. മോളെ, അച്ഛൻ നിന്നെ വിളിച്ചതേ ഒരു പ്രത്യേക കാര്യം പറയാനാ. എന്ത് കാര്യമാ? എന്താന്ന് വെച്ചാൽ പറയച്ചാ. എന്താ അച്ഛന് പറയാനുള്ളത്? ദേ ഇവിടെ കടയിലെ നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്. അച്ഛൻ കാര്യം പറഞ്ഞേ. മോളെ, നമ്മൾ സംസാരിക്കുന്നത് മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല. അച്ഛൻ്റെ കോള് വന്നപ്പോഴേ ഞാൻ മാറി നിന്നാണ് സംസാരിക്കുന്നത്. അതേതായാലും നന്നായി. മോളെ, അച്ഛന് നിന്നോടൊരു അപേക്ഷയുണ്ട്. അപേക്ഷയോ? എന്തപേക്ഷ? എന്താ അച്ഛാ കാര്യമെന്ന് വെച്ചാൽ പറ. അച്ഛൻ എത്ര നേരമായി കിടന്ന് ഇങ്ങനെ ഉരുളാൻ തുടങ്ങിയിട്ട്. മോളെ, നീ ഇനി ഗോമതി സ്റ്റോറിൽ പോകരുത് എന്ന് പറയാം. ആനന്ദേട്ടൻ അച്ഛനെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കാം. മോളെ, നമ്മൾ വെറുതെ അവനെ വെറുപ്പിക്കരുത് എന്ന് പറയാം. മോളെ, അച്ഛൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവനെ വെറുപ്പിച്ച അത് നമുക്ക് അപകടമാണ്. ഇപ്പം തൽക്കാലം ഞാൻ ഇവിടുന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യൂട്ടോ. എടി മോളെ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇവളിത് എന്ത് ഭാവിച്ച എന്ന് അപ്പോൾ ഉദയഭാനു മനസ്സ് ചിന്തിക്കാൻ കേട്ടോ. ഇവരെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാനാ ഉരുകുന്നത് എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ ബാങ്കിലൊക്കെ പോയിട്ട് വണ്ടിയിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് തുടങ്ങുകയാണ്. അനന്തൻ അങ്ങോട്ട് വരിക. എന്നിട്ട് ബാലനോട് പറയും, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാം. എന്നോടോ എന്നപ്പോൾ ബാലൻ ചോദിക്കും. അതെ. അപ്പോൾ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ബാലൻ ഇറങ്ങുക. തനിക്ക് എന്നോട് എന്താ പറയാനുള്ളത് എന്ന് അനന്തനോട് ചോദിക്കുകയാണ്. ആരിനോടെ? ഇത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ലെന്ന് പറഞ്ഞേക്കണം എന്ന് പറയാം. എന്ത് എന്നപ്പം ബാലൻ ചോദിക്കാം. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കാം. അപ്പം അനന്തൻ ബാലൻ്റെ അടുത്തേക്ക് വീണ്ടും നീങ്ങി നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ എന്ന് പറയാം. അലോക അനുശ്രീയെ കല്യാണം കഴിച്ചതിൻ്റെ ദേഷ്യം തീർക്കേണ്ടത് മിത്രയോടല്ലെന്ന് മോനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണോന്ന്. കൃഷ്ണമംഗലത്ത് കഴിഞ്ഞതിനേക്കാൾ സന്തോഷമായിട്ടാ മിത്ര ദേവമംഗലത്ത് കഴിയുന്നത്. അക്കാര്യം എനിക്ക് ഉറപ്പാ. നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. മിത്രയെ ദേവമംഗലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. പെൺകുട്ടികളെ ബുദ്ധിമുട്ടിച്ചല്ല നല്ല ഭർത്താവ് വാങ്ങേണ്ടത്. അത് മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയാം. ഭാര്യയുടെ മനസ്സറിയുന്നവനാവണം നല്ലൊരു ഭർത്താവ് എന്ന് പറയാം. അപ്പം ബാലൻ ഒന്നും മിണ്ടാതെ നിൽക്കേ. ഇതൊന്നും പറയാനാ ഞാനിവിടെ കാത്തു നിന്നത്. പറ്റുമെങ്കിൽ മോനെ ഒന്ന് ഉപദേശിക്കുക എന്ന് പറഞ്ഞിട്ട് അനന്തൻ അവിടെ നിന്ന് പോവാം. ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് ബാലനപ്പം പിന്നിൽ നിന്ന് അനന്തനെ വിളിക്കുകയാണ് കേട്ടോ. ശരിയാ, ഭാര്യയുടെ മനസ്സറിയുന്നവനായിരിക്കണം ഭർത്താവ്.
നിങ്ങളുടെ സ്വന്തം മകൾ മനസ്സിലാഗ്രഹിക്കുന്ന സ്വപ്നം എന്താണെന്ന് അച്ഛനായ നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കാം. അവൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്നെങ്കിൽ ആരിൻ്റെ കൂടെ അവൾ ഇറങ്ങി പോകുമായിരുന്നോ എന്ന് ബാലനോടൊപ്പം മറുചോദ്യം ചോദിക്കുക. അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ കെട്ടി അവളുടെ ഭാവി അവൾ തൊലച്ചേനെ. ഇപ്പം അങ്ങനായോ പറയുന്നത്? തൻ്റെ മകനെ കെട്ടിയതുകൊണ്ട് കൊട്ടക്കണക്കിന് സൗഭാഗ്യങ്ങളാണല്ലോ എൻ്റെ മകൾക്ക് കിട്ടിയത് എന്ന് അപ്പം ചോദിക്കാൻ കേട്ടോ അനന്തൻ. ആരിനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയത് തൻ്റെ മകളുടെ ഭാഗ്യം തന്നെയാണ്. തനിക്ക് തൻ്റെ മകളുടെ സ്വപ്നം എന്താണെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ മകനെ അവൻ്റെ ഭാര്യ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ എന്താണെന്ന് അറിയാം എന്ന് അപ്പം ബാലൻ പറയാൻ കേട്ടോ. മിത്രയുടെ ആ സ്വപ്നം നടത്തിയെടുക്കാൻ വേണ്ടി അച്ഛനായ എന്നോട് പോലും അവൻ എതിർത്തു. തനിക്കത് അറിയാവോടോ എന്ന് ചോദിക്കും. ാണോ യഥാർത്ഥ പുരുഷൻ, ഭാര്യയെ മനസ്സിലാക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന യഥാർത്ഥ ഭർത്താവ് എന്ന് പറയാം. അല്ലാതെ അങ്ങനെ ഉള്ള എൻ്റെ ആരിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വരാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ബാലനോട് ചോദിക്കാം. മേലാൽ ആരിൻ്റെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് എന്ന് പറയാം. എന്നിട്ട് ബാലൻ അവിടെ നിന്നിങ്ങോട്ട് പോവാണ് കേട്ടോ. ആനന്ദനാണെങ്കിൽ ഇതിനൊക്കെ എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയാണേ. ഇതേ സമയം ബാലനും അനന്തനും തമ്മിൽ സംസാരിക്കുന്നത് അച്യുതൻ കാണുന്നുണ്ടേ. അപ്പോൾ അച്യുതൻ പെട്ടെന്ന് തന്നെ അലോകിനെ ഫോൺ വിളിക്കാം. അലോകും നമ്മുടെ അനുവിനെയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. എന്താ അച്ഛാ? എടാ, നമ്മൾ കരുതിയതുപോലൊന്നും അല്ലല്ലോ കാര്യങ്ങൾ എന്ന് അലോകിനോട് പറയാം. എന്താ അച്ഛാ, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നപ്പോൾ ചോദിക്കുക. പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അനു അടുത്തിരിക്കുന്നുണ്ടല്ലോ. എന്താ പ്രശ്നം എന്ന് വീണ്ടും അലോക അച്ഛനോട് ചോദിക്കാം. നമ്മുടെ അനന്തേട്ടൻ ഇപ്പോൾ ആ ബാലനെ കണ്ടിരുന്നു. വെല്ലിച്ചൻ എന്തിനാ അയാളെ കാണുന്നത് എന്ന് ഇപ്പോൾ ചോദിക്കാം. എടാ, മിത്രയ്ക്ക് വേണ്ടി, മിത്ര ദേവമംഗലത്തെ സന്തോഷത്തോടെ ജീവിക്കണമല്ലോ, അതിനുവേണ്ടി ബാലൻ്റെ കാല് പിടിക്കാൻ പോയതാ നിന്റെ വെല്ലിച്ചൻ. ഈ വെല്ലിച്ചനത് എന്തു പറ്റി? മിത്ര സന്തോഷമായി സുരക്ഷിതത്വത്തോടു കൂടി ദേവമംഗലത്ത് ജീവിക്കണോ അത്രേ. അതിന് ബാലനോട് സംസാരിക്കാൻ പോയിരിക്കാം. ഏട്ടൻ്റെ മനസ്സിലിപ്പോൾ അത്രയേ ഉള്ളൂ, മകളോടുള്ള സ്നേഹമേ മാത്രമേ ഉള്ളൂ. ദേവമംഗലത്തുകാർ ഇത്രയും നാളും നമ്മളോട് ചെയ്തതൊക്കെ ഏട്ടൻ മറന്നു. ഏട്ടൻ്റെ മകളുടെ ജീവിതമോ വലുത്. വെല്ലിച്ചൻ മറന്നാലും നമുക്കൊന്നും മറക്കാൻ കഴിയില്ലല്ലോ അച്ഛാ എന്ന് അലോക് പറയാം. നീയാടാ മോനെ ഈ അച്ഛൻ്റെ ബലം. കൃഷ്ണമംഗലത്തുകാരുടെ പക എന്താണെന്ന് അനുശ്രീയിലൂടെ ആ ബാലന് മനസ്സിലാക്കി കൊടുക്കണം. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മകളുടെ ജീവിതം കൺമുന്നിൽ നരകിക്കുന്നത് കണ്ട് ഉമിത്തിയിൽ നീറുന്ന പോലെ അയാളുടെ മനസ്സ് കടന്ന് നീറണം. അച്ഛൻ്റെ ഏതാഗ്രഹവും അച്ഛൻ്റെ ഈ മകൻ സാധിച്ചു തരും. അത് ഞാൻ അച്ഛന് നൽകുന്ന ഉറപ്പാ എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇവക്കിട്ട് പണി കൊടുക്കണം. ഇവളെ വേദനിപ്പിച്ചാലേ ആ ബാലന് നീറുള്ളൂ എന്ന് മനസ്സിൽ പറയാൻ കേട്ടോ അലോക്. അതിനുള്ള പണികളും മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ അനുശ്രീയോടാണ് കളിക്കാൻ പോകുന്നത്. അനുശ്രീ അങ്ങനെ താഴ്ന്നു കൊടുക്കുന്ന ആളൊന്നും അല്ലെന്ന് അലോക് ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ അവരൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ എത്തുകയാണ് കേട്ടോ. അവിടെ ഡ്രസ്സുകളൊക്കെ നോക്കുവാണ്. എല്ലാം നല്ല അടിപൊളി ഡ്രസ്സുകളാണല്ലോ എന്ന് പറയാൻ കേട്ടോ നമ്മുടെ അനുശ്രീ. പെട്ടെന്ന് ഒരു സെയിൽസ് ഗേൾ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുക. അലോകെ, ഇതെങ്ങനെയുണ്ട്? ഈ ചുരിദാർ എനിക്ക് ചേരുന്നില്ലേ എന്ന് ചോദിക്കാം. അല്ല, തനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോളൂ, സമയമെടുത്ത് തനിക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളൂ. ഞാൻ വെയിറ്റ് ചെയ്യുന്നെന്ന് കരുതി താൻ ധൃതിയൊന്നും കൂട്ടണ്ട എന്ന് പറയാൻ കേട്ടോ. ഇതൊക്കെ നോക്കി തൻ്റെ ഇഷ്ടം അനുസരിച്ച് എടുത്താൽ മതി. അലോക് ഇത്രയും ക്ഷമ കാണിക്കുമെന്ന് ഞാൻ കരുതേയില്ല. എങ്കിൽ ചേച്ചി അതങ്ങെടുത്തേ എന്ന് പറയാൻ കേട്ടോ. പെട്ടെന്ന് അലോക് ഇങ്ങനെ ചിന്തിക്കാം. നീ ഇവിടെ നിൽക്കടി, സെലക്ട് ചെയ്യടി. സെലക്ട് ചെയ്ത് മാക്സിമം നീ സെലക്ട് ചെയ്തോ. നിൻ്റെ ഒടുക്കത്തെ പർച്ചേസ് ചെയ്ത് നീ ഇന്ന് ഇവിടെ നാണം കെട്ട് നിൽക്കൂടി. നിൻ്റെ ഇതോടുകൂടി നിൻ്റെ ആളാകൽ നീ അവസാനിപ്പിച്ചില്ലെങ്കിലേ എൻ്റെ പേര് അലോക് എന്നല്ല എന്ന് അലോക് മനസ്സിൽ പറയാൻ കേട്ടോ. അതെടുത്തോ എന്നപ്പോൾ അനുശ്രീ അവരെ ഓരോ ഡ്രസ്സുകൾ എടുത്ത് കാണിക്കാം. പെട്ടെന്ന് അലോക് പറയും, അനു ഞാൻ താഴെ നിൽക്കാം, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തോ. എനിക്ക് 1-2 ഫോൺ ചെയ്യാനുണ്ട്, പിന്നെ 2 മെയിലും അയക്കാനുണ്ട്. അലോകും കൂടി അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. പക്ഷേ എന്തായാലും ഓഫീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ. അലോക് ചെല്ല്, പർച്ചേസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കാം. ഓക്കെ ഡിയർ എന്നും പറഞ്ഞ് അലോക് അവിടെ നിന്ന് പോവുക. നീ പർച്ചേസ് ചെയ്യടി, ഇനി നീ എന്നെ കാണത്തില്ല എന്ന് പറയാം. ഇതേ സമയം നമ്മുടെ ആകാശും ആര്യനും കൂടി ജീവനോട് സംസാരിക്കാനായിട്ട് ഒരിടത്ത് വന്ന് നിൽക്കാൻ കേട്ടോ. ഒരു ക്ഷേത്ര പരിസരത്താണ് നിൽക്കുന്നത്. ആര്യ, ജീവൻ വരുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് ആകാശ് പറയാം. അല്ല, വിളിച്ചപ്പോൾ അമ്പലത്തിൽ വെച്ച് കാണാമെന്ന് ഉറപ്പ് പറഞ്ഞതല്ലേ, വരാതിരിക്കില്ല. 9 മണിക്ക് എത്താമെന്ന് പറഞ്ഞതല്ലേ, ഇപ്പം സമയം 9:30 ആയില്ലേ, ഇനി നോക്കണ്ട എന്ന് ആകാശപ്പോൾ പറയാൻ കേട്ടോ. പക്ഷേ ജീവൻ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നല്ലോ, ഞാൻ ഒരു അരമണിക്കൂർ ലേറ്റായി പോയല്ലേ, അത് സാരമില്ല എന്ന് അപ്പം ആര്യം പറയും. അങ്ങനെയല്ല,
പരമാവധി പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന ആളാ ഞാൻ. പാലിക്കാൻ പെടാൻ പറ്റാത്ത വാക്കുകളൊന്നും ഞാൻ ആർക്കും നൽകാറുമില്ല എന്ന് ജീവൻ പറയാണ് കേട്ടോ. അപ്പം ആകാശവും ആര്യനുമാണെങ്കിൽ എന്ത് മറുപടി പറയണം എന്നറിയാതെ നിൽക്കുക. അല്ല, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു തിരക്ക് എനിക്ക് വന്നു, അതാ താമസിച്ചത്, സോറി എന്ന് പറയാം. ഏയ്, ഇവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞെങ്കിലും ജീവൻ വരുമെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്ന് ആര്യനപ്പോൾ പറയേ. ഞങ്ങളുടെ പെങ്ങൾ കാരണം ജീവനും ഫാമിലിക്കും ഉണ്ടായ നാണക്കേട് ഞങ്ങൾക്ക് മനസ്സിലാകും. ജീവനെ വിഡ്ഢിവേഷം കെട്ടിച്ചുവെന്ന് ജീവൻ ഒരിക്കലും കരുതരുത് എന്ന് ആര്യനും ആകാശം കൂടി പറയാം. ഏയ്, എന്താ അത്? ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. നിങ്ങളോട് ആരോടും യാതൊരു ദേഷ്യവും എനിക്കൊട്ടില്ല താനും. അനുശ്രീയുടെ തീരുമാനങ്ങൾക്ക് നിങ്ങളാരും ഉത്തരവാദികളല്ലല്ലോ. അത് അവളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളല്ലേ. അതിന് നിങ്ങളെ പഴിച്ചിട്ട് എന്ത് കാര്യമാണ്? അതൊക്കെ വിട്ടേക്ക്. സത്യത്തിൽ അനുശ്രീ ചെയ്തതാ ശരി. പ്രണയിക്കുന്ന ആൾക്കൊപ്പം തന്നെ ജീവിക്കാൻ തീരുമാനിക്കുക, അത് നല്ല തീരുമാനമാണെന്നേ ഞാൻ പറയുള്ളൂ. അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ ഈ വിവാഹം വരെ എത്തിക്കണ്ടായിരുന്നു. പക്ഷേ നേരത്തെ അനുശ്രീക്ക് ഇക്കാര്യം എന്നോടൊന്ന് പറയായിരുന്നു. അതിനുള്ള മാന്യത കാണിക്കായിരുന്നു. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയാം. അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം? ജീവൻ്റെ അമ്മയും അച്ഛനും കൂടി വീട്ടിൽ വന്നിരുന്നു. ദേവമംഗലത്തേക്കോ? അവരോ എന്നപ്പം ജീവൻ ജീവനും കുടുംബത്തിനും ഉണ്ടായ അപമാനത്തിന് പകരമായിട്ട് മാനനഷ്ട കേസ് കൊടുക്കൂന്നൊക്കെയാണ് ജീവന്റെ അമ്മ ജലജാൻറ്റി ഞങ്ങളോട് പറഞ്ഞത് എന്ന് ആകാശ് പറയാം. അങ്ങനെ പറഞ്ഞോ? അതുമാത്രമല്ല, 1 കോടി രൂപയാ നഷ്ടപരിഹാരമായിട്ട് ജലജാൻറ്റി അച്ഛനോട് ആവശ്യപ്പെട്ടത് എന്ന് പറയാം. അപ്പം ജീവൻ ഒന്നും മിണ്ടാതെ നിൽക്കാം. ഇതൊന്നും ഞങ്ങൾ മനഃപൂർവ്വം വരുത്തി വെച്ചതല്ലെന്ന് ജീവനും അറിയാലോ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ആര് ചോദിക്കാം. അല്ല, ഈ 1 കോടി രൂപ എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് എടുത്ത പൊങ്ങാത്തൊരു തുകയാ എന്ന് ആകാശം പറയണേ. ഇത്രയും വലിയൊരു തുകയൊക്കെ നഷ്ടപരിഹാരമായിട്ട് ആ പണം കൊടുക്കാമെന്ന് അച്ഛൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു തുക അച്ഛൻ്റെ മുന്നിൽ സത്യത്തിൽ അതിനുള്ള വഴിയൊന്നുമില്ല. എവിടെ നിന്ന് ഉണ്ടാക്കാനാ? ലോൺ എടുത്തോ കടം വാങ്ങിയൊക്കെ ആയിരിക്കും ആ പണം സംഘടിപ്പിക്കുക എന്ന് ആകാശ് പറയാം. അതോടെ ഞങ്ങളുടെ കുടുംബം വലിയൊരു ബാധ്യതയിലേക്ക് പോകും എന്ന് പറയാം. എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ ബാധ്യതയിൽ നിന്നും ഞങ്ങളെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കരകയറാൻ ഒരുപാട് കാലങ്ങളെടുക്കും. അത്ര എളുപ്പവുമല്ല. ചിലപ്പം ഞങ്ങൾ വലിയ കടക്കെണിയിലായി പോവുകയും ചെയ്യും. ഇതിനിപ്പം എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് അപ്പം ചോദിക്കുക. ജീവനല്ലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് ആരും ചോദിക്കുക. മനസ്സിലായില്ല എന്ന് ജീവൻ പറയാം. ജീവൻ ജലജാൻറ്റിയോടൊന്ന് സംസാരിച്ച തുകയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ലേ എന്ന് ആര്യനപ്പം ചോദിക്കുകയാണ്. ഞാൻ തരാൻ കഴിയുന്ന തുക ഉറപ്പായിട്ട് ഞങ്ങൾ തരും എന്ന് ആകാശ് പറയാണ് കേട്ടോ. അപ്പം ജീവനാണെങ്കിൽ ഇതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെ നിൽക്കുന്നത്. അല്ല, ജീവനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഇതിലിപ്പം ഞാനിപ്പോൾ എന്ത് പറയാനാ പ്രത്യേകിച്ച് എന്ന് ജീവൻ ചോദിക്കാം. അത് കേൾക്കുന്ന ആര്യനും ആകാശവും പരസ്പരം നോക്കുവാണ്. എനിക്കെന്നാ കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ബാങ്കിലും ഇന്ന് തിരക്കുണ്ട്. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന് ജീവൻ ചോദിക്കാം. അപ്പം ആര്യനും ആകാശവും എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു പെരുമാറ്റമല്ല ജീവൻ്റെ ഭാഗത്തു നിന്നും അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ശരി എന്നും പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവുക. ഞാൻ പറഞ്ഞില്ലേ ആര്യ, അവനൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന്. പിന്നെ നമ്മൾ വെറുതെ കണ്ട് സംസാരിച്ചെന്ന് മാത്രം എന്ന് ആകാശപ്പം മറുപടി പറയാണ്. നീ ഇപ്പം എന്താ ഏട്ടാ ചെയ്യുക? നീ അല്ലേ പറഞ്ഞത് അവൻ നമ്മുടെ കൂടെ നിൽക്കും, സഹായിക്കും എന്നൊക്കെ, കേസ് വേണ്ടെന്ന് പറയുമെന്നൊക്കെ. ഒരക്ഷരം മിണ്ടാതെ അവൻ പോയ പോക്ക് കണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ ആരിനും വല്ലാത്ത സങ്കടം ആവുകയാണേ. ചുരുക്കി പറഞ്ഞ നമ്മൾ കേസിൽപ്പെടുമെന്ന് ഉറപ്പായി അല്ലേടാ എന്ന് ആകാശ് വീണ്ടും ചോദിക്കാം. ഇനിയിപ്പം നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ലല്ലോ ഏട്ടാ, ഇപ്പം എന്താ ചെയ്യുക എന്ന് ആര്യൻ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിരിക്കുക. ആകാശിനും ഒരു മറുപടിയും പറയാനില്ല കേട്ടോ. അവരുടെ മുന്നിൽ വഴികളൊന്നും തെളിയുന്നില്ല. നമ്മുടെ മുന്നിൽ ഇനിയിപ്പം എന്ത് ചെയ്യുക? വലിയൊരു കടക്കണിയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയും നമ്മുടെ മുന്നിലില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണേ. ഇതേ സമയം അനുശ്രീ ആണെങ്കിൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ആലോകിനെ കാണാത്തത് കൊണ്ട് അവിടെയൊക്കെ നോക്കുക. ഇവനിത് എവിടെ പോയി? അവനെന്നെ പറ്റിച്ചതാണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് അലോകിനെ ഫോൺ വിളിക്കാൻ കേട്ടോ. പക്ഷേ അലോക് ഫോൺ എടുക്കുന്നില്ല. അതേസമയം നമ്മുടെ അലോകാണെങ്കിൽ വീട്ടിലേക്ക് വന്നു കാണും. അവളെ ഇപ്പം അവിടെ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും. അവൾക്ക് ഞാൻ ഉഗ്രം പണി കൊടുത്തെന്ന് അവൾക്ക് ഇപ്പം മനസ്സിലായി കാണും. അവൾ നാണം കെട്ട് ഡ്രസ്സും തിരികെ വെച്ച് മടങ്ങും.
എന്തായാലും ശരി, ഞാൻ മനസ്സിൽ കണ്ട പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. കല്യാണം നടന്നപ്പം അത് നേട്ടമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിപ്പം വലിയ തലവേദനയാണ് ആയിരിക്കുന്നത്. എൻ്റെ അച്ഛൻ വിഷമിപ്പിക്കാതെ, അച്ഛൻ്റെ ആ തലവേദനയൊക്കെ ഉണ്ടല്ലോ, ഞാൻ മാറ്റിക്കോളാം എന്ന് അലോകപ്പം മറുപടി പറയുകയാണേ. ഇതേ സമയം അനുശ്രീയാണെ അലോകിനെ അവിടെ എല്ലാം നോക്കും, പക്ഷെ കാണില്ല. ഫോണൊന്ന് ഓൺ ചെയ്യാം, അവൾ വിളിക്കുന്നെങ്കിൽ പൊളിച്ചടക്കാം എന്ന് പറയാം. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ അനുശ്രീ വിളിച്ചപ്പം. ഇതേ സമയം നമ്മുടെ അനുശ്രീ ആണെങ്കിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണേ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ